ഞാൻ എന്ന അറിവ് കുടുംബവുമായി അധ്യസിക്കുമ്പോൾ അച്ഛനും മകനും അമ്മയും അമ്മായിയമ്മയും ഒക്കെയാകുന്നു. ഞാൻ എന്ന അറിവ് ഭരണവുമായി അധ്യസിക്കുമ്പോൾ ആ രംഗങ്ങളാകുന്നു. ഞാൻ എന്ന അറിവ് ആശ്രമവുമായി അധ്യസിക്കുമ്പോൾ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയുമാകുന്നു. ഞാൻ എന്ന അറിവ് വർണ്ണങ്ങളുമായി അധ്യസിക്കുമ്പോൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാകുന്നു. ഞാൻ എന്നതോ ഇതൊന്നുമല്ലാത്ത കേവലമായ ബോധം മാത്രമാകുന്നു. ഇത് ഈ ഉപനിഷത്തിന്റെ സുദൃഢവും സുവ്യക്തവുമായ സന്ദേശമാണ്. അതുകൊണ്ട് നീ ആര് എന്ന് ആരോട് ചോദിക്കുമ്പോഴും മറന്നു പോകാത്ത, മറഞ്ഞു കിടക്കുന്ന ആ ബ്രഹ്മബോധമാണ് ആദ്യം ഉത്തരമായി വരിക. ഞാൻ ഈ സന്ദേശത്തെ ആത്മോപദേശ ശതകത്തിൽ നാരായണ ഗുരുവും സൂചിപ്പിക്കും. ഇരുളിലിരിപ്പവനാരു നീ എന്നൊരുവൻ ഉരപ്പതു കേട്ട് നീയുമാരെന്നരുളുമതിൻ പ്രതിവാക്യമേകമാകും. ഇരട്ടത്തിരിക്കുന്ന ഒരുത്തനോട് ചോദിച്ചു, നീ ആരാണ്? അകത്തുനിന്ന് ഉത്തരം പറയും, ഞാൻ. അകത്തിരിക്കുന്നവൻ പുറത്തുള്ളവനോട് ചോദിച്ചു, നീ ആരാ? ഞാനാ. ഇനി എന്താ അഭിപ്രായ വ്യത്യാസം? മനസ്സിലായില്ല. ഞാൻ തന്നെയാണ്. പിന്നെ എന്തിനാണ് അഭിപ്രായ വ്യത്യാസം? ഞാൻ എവിടെ വ്യാകൃത ചൈതന്യമാകുന്നു, ഞാൻ എവിടെ വ്യാകരണം ചെയ്യപ്പെട്ട് വികാരങ്ങൾ ഉൾക്കൊണ്ട് ജഗത്താകുന്നു, ആ പരിണാമത്തിലാണ് അഭിപ്രായ വ്യത്യാസം. ആ പരിണാമം വന്നാൽ ജഗത്തേ ഉള്ളൂ, ആത്മവിദ്യയില്ല. ആത്മാവിൽ മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും ഔദ്യോഗികതയും ഒന്നുമില്ലാത്ത ശുദ്ധമുക്ത ബുദ്ധ സ്വരൂപമാണ്. അത് ഈ ഉപനിഷത്തിന്റെ കണ്ടെത്തലും സംഭാവനയും ആണ്. ഇതൊക്കെ ഉപനിഷത്തിൽ നിന്ന് വളർന്ന ജനങ്ങളുടെ ഇടയിൽ കടങ്കഥ പോലെ കേട്ട് പഠിച്ച് എല്ലാം ഒന്നാണെന്നൊക്കെ പറഞ്ഞാലൊന്നും ഒന്നാവില്ല. എപ്പോൾ വികാരം കൊണ്ട് ജഗത്തായിത്തീരുന്നുവോ അവിടെയൊക്കെ അടിയുണ്ടാവും. അത് നിൽക്കണമെങ്കിൽ ഈ ജ്ഞാനം വരണം. അതിൽ അഹമസ്മി, അഹം ബ്രഹ്മാസ്മി. അവൻ എല്ലാ പേരും, അവന്റെ വികാരമുള്ള പേരുകളെല്ലാം പറയുന്നത് ആദ്യം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്. അതുകൊണ്ട് പുരുഷനായി ഇപ്രകാരം അറിയുന്നവൻ, അഹം ബ്രഹ്മാസ്മി എന്ന് യാതൊരുവൻ അറിയുന്നുവോ അറിയുന്നവൻ അവനേക്കാൾ മുമ്പേ പോകുന്ന എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നു. പൂർവം ഓഷണം ഇതി പുരുഷഃ. പുരുഷയനാത് അതല്ല. പുരുഷ ശബ്ദത്തിന് അനേക വ്യുൽപ്പത്തികളുണ്ട്. ഇവിടെ പൂർവം ഓഷണം ഇതി പുരുഷഃ എന്ന് തന്നെ വ്യുൽപ്പത്തി എടുക്കണം ബൃഹദാരണ്യകത്തിന്റെ ഈ ഒരു മന്ത്രം പഠിക്കുമ്പോൾ. അല്ലാതെ എവിടെയെങ്കിലും നമ്മൾ പഠിച്ചത് പഴയതോർത്തിട്ട് പുരുഷയനാത് ഇതി പുരുഷഃ, 3 പുരങ്ങളിൽ മാറി മാറി ശയിക്കുന്നത് കൊണ്ട് പുരുഷൻ. സ്വർണമയവും രജതമയവും അയോമയവുമായ 3 പുരങ്ങളാണുള്ളത്. മുപ്പുരങ്ങൾ. മനസ്സിലായില്ല? ഈ മുപ്പുരങ്ങളിൽ മാറി മാറിയിരിക്കുമ്പോൾ ആസുരീ സമ്പത്തി ഉണ്ടാവും. മുപ്പുരവൈരിപുരം ഗമിക്കണമെങ്കിൽ മുപ്പുരങ്ങൾ തകർക്കണം. മുപ്പുരങ്ങൾ തകർക്കണമെങ്കിൽ ജ്ഞാനാഗ്നിയിൽ വേണം ദഹിപ്പിക്കാൻ. ഈ 2 കണ്ണുകൾ ജ്ഞാനത്തിന്റെ അഗ്നി പകരുന്നവയല്ല. അതുകൊണ്ട് 3-ാം കണ്ണ് തുറക്കണം. അതിന് മുപ്പുരവൈരിയെ പ്രാർത്ഥിക്കണം.
ശിവപെരുമാന്റെ അനുഗ്രഹം വേണം. അത് തുറന്നു കഴിഞ്ഞാൽ ഈ 3 പുരങ്ങൾ സ്വർണവർണവും രജതവർണവും അയോവർണവുമായ ചെമ്പല്ല, അയസ്സെന്ന് പറഞ്ഞ ഇരുമ്പ്. ആദ്യത്തത് അന്യഥാഗ്രഹണമുള്ള ജാഗ്രത്, രണ്ടാമത്തത് അന്യഥാഗ്രഹണമുള്ള സ്വപ്നം, മൂന്നാമത്തത് ഗാഠമായ സുഷുപ്തി. ഈ 3 പുരങ്ങളിലാണ് മനുഷ്യൻ കഴിയുന്നത്. ഈ പുരം തകർക്കണം. അതിന് വഴി ഭാഗവതം എടുത്ത് പുരഞ്ജനോപാഖ്യാനം പഠിച്ചു നോക്കണം. പുരഞ്ജനൻ എന്ന് കേട്ടിട്ടുണ്ടാവും. പുരമുണ്ടാക്കി പുരത്തിനകത്തുകൂടി പുരമാണ് ഞാനെന്ന് അഭിമാനിച്ചിരിക്കുമ്പോൾ മുപ്പുരവൈരിയുമായി ഏറ്റുമുട്ടാൻ ഒരിക്കൽ തോന്നും. അപ്പോഴവൻ ഈ പുരം തകർക്കും. അപ്പോൾ അവിടെ ചെന്ന് ചേരും. അതുകൊണ്ട് പൂർവം ഓഷണം ഇതി പുരുഷഃ, ഞാൻ എന്നതിൻ്റെ മുമ്പേ ഒന്നിനെയും പോകാൻ അനുവദിക്കാത്തത്. ദഹിപ്പിക്കുക. തനിക്ക് മുമ്പേ പൂർവനായി വേറൊരുവനെ വിടാതിരിക്കുന്നത്. പ്രജാപതിത്വത്തിന് പ്രതിബന്ധങ്ങളായ സംഘം, അജ്ഞാനം എന്നീ പാപങ്ങളെ ദഹിപ്പിച്ചവൻ. അങ്ങനെയാണ് അവൻ മുമ്പേ പോകുന്നത്. അത് ഈ മഹാവാക്യവും ഈ ഉപനിഷത്തിലാണ്. പ്രജാപതി അജ്ഞാനവും വിപരീത ദർശനവും കൊണ്ട് ഭയന്നു. എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. അതും ഈ ബ്രാഹ്മണത്തിലാണ് പറയുന്നത്. എന്തിന് ഭയപ്പെടണം? ഭയം തീരെ നീങ്ങി. രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം വരുന്നത്. വേറൊന്നുണ്ടെങ്കിലേ ഭയമുള്ളൂ. ഒറ്റയ്ക്ക് സന്തോഷമില്ല. കൂട്ടിന് മിഥുനം വേണം. ശരീരത്തെ അവൻ പകുത്തു. ആ കഥയും ഈ ഉപനിഷത്തിലാണ്. ഉൽപ്പത്തിയുടെ ശാസ്ത്രം ലോകത്തേതു മതങ്ങളിലുണ്ടോ അതെല്ലാം ഈ ഉപനിഷദ് ദർശനത്തിൽ അടങ്ങുന്നു. ഉൽപ്പത്തി ശാസ്ത്രങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. ആദ്യമായി പകുത്തു എന്ന് പറയുന്നത് ഇതിനകത്താണ്. ഇതിനേക്കാൾ പഴയതാണ് ആ ഗ്രന്ഥങ്ങളെങ്കിൽ അവയിലാണ് അവിടുന്ന് ഇത് കോപ്പി അടിച്ചതാണ്. മര്യാദയിൽ വേണം സംസാരിക്കാൻ, ഇല്ലെങ്കിൽ അത് മോശമാണ്. ഈ ഉപനിഷത്തിലാണ് ആ മിഥുനീകരണം നടക്കുന്നത്. സുഖത്തിന് അതിനെ രണ്ടായി പകുത്തു, മിഥുനീകരിച്ചു. അത് പകുതിയും പത്നിയുമായി തീർന്നു. അതുകൊണ്ടാണ് ഈ ഉപനിഷത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ ഇന്ന് ബെറ്റർ ഹാഫ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ബിറ്റർ ഹാഫ് ആണെങ്കിൽ മനസ്സിലായില്ല. വിളിക്കുമ്പോഴും അങ്ങനെയാന്ന് തോന്നുന്നു, ഉള്ളിൽ വിചാരിക്കുന്നത് അല്ലേ. അത് ഈ ഉപനിഷത്തിലാണ് ആ സന്ദേശമുള്ളത്. അർത്ഥ നാരീശ്വര സങ്കല്പങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുള്ളത് ഈ ബ്രാഹ്മണത്തിലെ ചിന്തയാണ്. അത് പിന്നെ എന്തെല്ലാമായി വളർന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഭാവനയെ കാണാൻ കഴിയുമെങ്കിൽ ആ ഒരു തിരിമതിയാവും ദൃശ്യ ആവിഷ്കാരത്തിലെ 1000 യുഗങ്ങൾ തുറക്കാൻ. അത് ഈ ഉപനിഷത്തിന്റെ സംഭാവനയാണ്. നിങ്ങൾ വലിയൊരു അപകടമാണ് കാണിച്ചത് ബൃഹദാരണ്യകം ചർച്ച ചെയ്യുന്നതിലൂടെ.
കാരണം ബൃഹദാരണ്യകം വായിച്ചാൽ, പഠിച്ചാൽ പിന്നെ നിങ്ങൾ ഇന്ന് കാണുന്ന പലതും വായിക്കുമ്പോൾ രസം തോന്നുകയില്ല. കാരണം അത്ര മനോഹരമായാണ് അതിൻ്റെ അവതരണ ശൈലി. ബൃഹദാരണ്യകത്തിനും ഛാന്തോഗ്യത്തിനും ഇത് അവകാശപ്പെട്ടതാണ്, ഏത് മറ്റുപനിഷത്തുകളെക്കാൾ. അത് തോന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ പോലും ഈ ക്ലാസ് എനിക്ക് സംതൃപ്തമാണ്. എത്രത്തോളം അതിന് കഴിവെനിക്കുണ്ടെന്ന് എനിക്ക് വലിയ നിശ്ചയം പോരാ. എൻ്റെ ആചാര്യന്മാർക്കതറിയാമായിരുന്നു എന്ന് മാത്രം എനിക്കറിയാം. അതുകൊണ്ടാണ് സ്വാമിജി എന്നോട് പറഞ്ഞപ്പം സാധിഷ്ഠവും ഗരിഷ്ഠവുമായ ഈ കർമ്മം ചെയ്തു കളയാമെന്ന് സമ്മതിച്ചത്. എനിക്കറിയാവുന്നത് കൊണ്ടല്ല, അവർക്കറിയാമായിരുന്നു എന്നൊരു വിശ്വാസം കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ താല്പര്യമുണ്ടെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ പഠിച്ചു നോക്കണം. ശാസ്ത്രം, ചരിത്രം, ഭൂമിശാസ്ത്രം എല്ലാം എങ്ങനെയാണ് ഒന്നിൽ ഇഴുകിച്ചേരുന്നതെന്ന്. ഉൽപ്പത്തി ശാസ്ത്രത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇതിലാണ് സംയോജിക്കുന്നത്. അത് മിഥുനമായി തീർന്നു, അവരുമായി സംഗമിച്ചു, അങ്ങനെ പ്രജകളുണ്ടായി. തുടർന്ന് പല ജാതികളുണ്ടായി. അതിന് കഥകളും പറയുന്നുണ്ട്, ശതരൂപയും മനുവും. അത് ഇതിനകത്താണ് വരുന്നത്. പല ഭാവങ്ങളിൽ എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടിച്ചവനോടൊപ്പം സഹശയനം നടത്താൻ സൃഷ്ടികർത്താവിനോടൊപ്പം സൃഷ്ടിക്കു വഴിയാം വണ്ണം ചേരാൻ ഇഷ്ടപ്പെടാത്ത ശതരൂപം മാറുകയും അതിൽ രമിക്കുകയും അതിൽ നിന്ന് ഒരു വർഗമുണ്ടാവുകയും വീണ്ടും രൂപം മാറുകയും അതിൽ നിന്നൊരു വർഗമുണ്ടാവുകയും ഒക്കെ ചെയ്തുവെന്ന് ആലങ്കാരികമായാണ് ഈ ഉപനിഷത്ത് ഇത് അവതരിപ്പിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. സൃഷ്ടിയെ കുറിക്കുന്ന മിക്കവാറും എല്ലാ പൗരാണിക ചിന്തകളുടെയും ആദിമ തലം അവയിലുള്ളതിനേക്കാൾ വിപുലവും മനോഹരവുമായി വർണ്ണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉപനിഷത്തിന്റെ പ്രത്യേകത. സാധാരണഗതിയിൽ അതിന്റെ ബീജമുണ്ടെന്നാണ് പറയേണ്ടത്. മനസ്സിലായില്ല? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഒരു സൂചന കിട്ടിയിട്ട് ആ സൂചനയിൽ നിന്നൊന്ന് വിപുലപ്പെടുത്തി എഴുതുമ്പോൾ ഈ സൂചന എനിക്ക് കിട്ടിയത് അതിൽ നിന്നാണെന്ന് പലരും പറയും. മനസ്സിലായില്ല? വളരെ വിപുലമായി വിശദീകരിച്ചിരിക്കുന്ന ഒന്നിൽ നിന്നാണ് അതിനോളം വിശദീകരിക്കാത്ത ആയിരം ചിന്തകൾ രൂപാന്തരപ്പെട്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. വ്യത്യാസം അങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ കപോലകൽപ്പിതമായി ഇതിനെ എടുത്ത് വ്യാഖ്യാനിച്ച് മറ്റതിൻ്റെ ബീജം ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ പുസ്തകം മറ്റതിനേക്കാൾ മഹത്താണ്, ഈ പുസ്തകം ഞങ്ങളുടെയല്ല നിങ്ങളുടെയല്ല. മനസ്സിലായില്ല? അങ്ങനെയൊക്കെ തന്നെ പഠിക്കണം. ഈ പുസ്തകം നിങ്ങളുടെയുമല്ല എൻ്റെയുമല്ല. ഇത് അന്നത്തെ ഋഷിയുടെ ചിന്തയിൽ വന്നിട്ടുള്ളതാണ്. ആ ഋഷിയുടെ ജീവിതചര്യകളോടോ അയാളുടെ ചിന്തകളോടോ അയാൾ പുലർത്തിയിരുന്നതായ മാനസിക ഭാവങ്ങളോടോ ഇന്നുള്ള എനിക്കോ നിങ്ങൾക്കോ ബന്ധമില്ല. ദേശം മുതലായവയിലൂടെയുള്ള ബന്ധങ്ങൾ കൽപ്പിച്ചുണ്ടാക്കി അതെന്റെയാണെന്ന് അഭിമാനിക്കുമ്പോഴും അതെന്താണെന്ന് അറിയാത്തവരായി ജീവിക്കേണ്ടി വരുന്ന വിഡ്ഢികളുടെ ഒരു സ്വർഗത്തിലാണ് നാം എപ്പോഴും. മനസ്സിലായില്ല? ഇതൊക്കെ ഓർത്തോണം. അല്ല, അതിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പം നെഞ്ചൊന്നും പിരിക്കരുത്. ഞങ്ങളുടെ പുസ്തകം ബൃഹദാരണ്യകം വാ കാണിച്ചു തരാം, മറ്റേനേക്കാൾ കൂടുതലുണ്ട്, എന്നിട്ട് സമരം ചെയ്യാനോ അടിക്കാനോ ഒന്നും പോകരുത്. മനസ്സിലായില്ല? പൂർവന്മാര് ചെയ്യാത്തതൊക്കെ ചെയ്യുന്നവരാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. പലപ്പോഴും ഹിന്ദുക്കൾ ഇന്ന് ഭസ്മാസുരന്റെ സന്താനങ്ങളാ. തായ് തീർക്കുവാൻ തക്കൊരു നല്ല കൊമ്പ്
യാതൊന്നിൽ നിന്നോ മഴുവിന്നു കിട്ടി അശാഖിയെ തന്നെ അതാഞ്ഞു വെട്ടി വീഴ്ത്തുന്നു കാർത്തജ്ഞ വിജൃംഭിതത്താൽ എന്ന് വള്ളത്തോൾ എഴുതി വെച്ച അച്ഛനും മകളും എന്ന കവിത, അല്ല, ശിഷ്യനും മകനും എന്ന കവിതയിൽ എഴുതി വെച്ചത് അക്ഷരം പ്രതി ഓർക്കുന്ന രംഗങ്ങളുള്ളതാണ് ഭാരതം ഇന്ന്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇത് പഠിക്കാൻ. ഇത് വഴക്കിനും വക്കാണത്തിനുമുള്ള ശാസ്ത്രമല്ല. ഇനി ഞാനിതെല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞ് ഇതിന്റെ അവാന്തര ഫലം മനുഷ്യൻ തമ്മിലുള്ള വക്കാണമാണെങ്കിൽ ഒരു ജന്മം പാഴായി പോവുകയാണ്. മനസ്സിലായില്ല? ഉണ്ടായിരുന്നു ഇടയാക്കരുത്. അഹിംസയ്ക്ക് ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയ, വാക്കും മനസ്സും ശരീരവും ഒരിക്കലും അഹിംസയിലേക്ക് പോകാത്ത ഉത്തമോത്തമനായ ഒരു ആചാര്യന്റെ സമാധിയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം വാക്ക് ഉപയോഗിക്കാൻ. മനസ്സിലായില്ല? കാരണം അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ നിരൂപണം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അഹിംസയുടെ ഏറ്റവും വലിയ വാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടാത്ത അഭിമാനമൊന്നും ഉണ്ടാക്കിയേക്കരുത്. അപ്പോ ആ സൃഷ്ടിയെ പല ഭാവങ്ങളിൽ, തുടർന്ന് പല ജാതികൾ, അത് കഴിഞ്ഞ് അഗ്നി, അഗ്നിയുടെ യോനികളാകയാൽ വായുവിൻ്റെയും, അത് കഴിഞ്ഞ് അതേപോലെ തന്നെ നമ്മുടെ വായെടുത്താൽ, നമ്മുടെ കൈയെടുത്താൽ അഗ്നിയുടെ യോനിയാണ് കൈയും വായും. ഇങ്ങനെയാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് വായ്ക്കകത്ത് ഉള്ളിൽ രോമങ്ങളില്ലാത്തത്. അങ്ങനെ വരെ സങ്കല്പിച്ച് എഴുതിയിട്ടുള്ള അന്തർഭാഗങ്ങളിൽ രോമമില്ലാത്തവയായി. ഇത് ശരീരശാസ്ത്രത്തിൽ ആയുർവേദാദികളിലൊക്കെ പ്രാധാന്യമുള്ള ഒട്ടേറെ ചിന്തകൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. അതിനുശേഷം ദ്രവരൂപമായിട്ടുള്ള എല്ലാം തൻ്റെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ജലം, അത് തന്നെ സോമം. സോമം, അനലൻ, സൂര്യൻ. സൂര്യ, സോമ, അനലൻ. ഇതിനെ വെച്ചിട്ടാണ് ആയുർവേദ ശാസ്ത്രം അതിൻ്റെ ചിന്തകൾ മുഴുവൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഉപനിഷത്തിലെ ഈ ബ്രാഹ്മണം അതിന് വലിയ വഴി തെളിച്ചിട്ടുണ്ട്. പലപ്പോഴും ആയുർവേദം പഠിക്കുമ്പോൾ ഈ ഉപനിഷത്ത് പഠിക്കേണ്ടി വരുന്നില്ല. സോമസൂര്യാനലന്മാർ, വാതപിത്ത കഫങ്ങളെയൊക്കെ പഠിക്കാൻ പോകുമ്പോൾ വളരെ പ്രാധാന്യമുള്ള പഠനങ്ങൾ ചരകത്തിലും സുശ്രുതത്തിലും വാഗ്ഭടത്തിലും ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ സോമത്തെ സൃഷ്ടിച്ചു. അന്നം, അതിൽ നിന്ന് തന്നെ, ആ സോമം തന്നെയാണ് അന്നം. അന്നത്തിന്റെ ഒരുപാട് ചിന്തകൾ ഇതിനകത്തുണ്ട്. ഉപനിഷത്തുകളിൽ പലതിലുമുണ്ട്. അതിൽ നിന്നാണ് മുമ്പ് പറഞ്ഞത് അന്നം ന നിന്ദ്യാത് തത്വ്രതം. ഒരു 50കൾ വരെ ഒരമ്മയും വഴക്കു പറഞ്ഞുകൊണ്ട് അന്നം കൊടുക്കാറില്ല. ഇല്ല മുതലായ ഋണാത്മക ശബ്ദങ്ങൾ അന്നത്തോട് ചേർത്ത് ഉപയോഗിക്കാറില്ല. അന്നത്തെ ഉണ്ടാക്കുമ്പോഴോ വിതരണം ചെയ്യുമ്പോഴോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നിന്ദിച്ച് പറയാറില്ല. ഒരു കുഞ്ഞും അന്നം നിന്ദിച്ച് കഴിക്കാൻ അനുവദിക്കാറില്ല. ഒരന്നം കയ്യിൽ നിന്നറിയാതെ താഴെ വീണാൽ മെഴുകിയ തറയിൽ വീണതായാലും എടുത്ത് ഉണ്ണണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. കുട്ടികൾ തൂറുകയും മുള്ളുകയും ചെയ്യുന്നതും ചാണകം മെഴുകുന്നതുമായ തറയിൽ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഴുന്ന ചോറ് അതിൽ നിന്നെടുത്ത് ഉണ്ടിട്ടും വരാത്ത രോഗങ്ങളെല്ലാം അമീബയെയും ബാക്ടീരിയയെയും നിയന്ത്രിച്ച നിങ്ങൾക്കിന്നുണ്ടാകുന്നു എങ്കിൽ ശാസ്ത്രം അതോ ഇതോ അനുഭവത്തിലെന്ന് പുനർചിന്തനം നടത്തേണ്ട കാലമായിട്ടുണ്ട്.
60 കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ നല്ലതാണ്. ആ കൈപൊക്കിയവർ 60 കഴിഞ്ഞവരാണെങ്കിൽ കേരളത്തിന്റെ അന്നത്തെ സ്ഥിതിയിൽ അവരുടെ ഒരു 8 വയസ്സിൽ ഇങ്ങനെ ചോറ് പെറുക്കിയിട്ടിട്ടുള്ളവരാണ്. ദാരിദ്ര്യം കൊണ്ടല്ല. അന്നം നിന്ദിക്കരുത്, അത് വ്രതമാണ്. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും അന്നം നിന്ദിച്ചിട്ടാണ് കഴിക്കുന്നത്. എല്ലാ തള്ളമാരും പൊങ്ങച്ചക്കാരികളാണെങ്കിൽ നിന്ദിച്ചേ കൊടുക്കൂ. അന്നമാണ് കോശമായും പ്രാണനായും വരുന്നത്. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിൽ പോലും ഇമാതിരി തള്ളയ്ക്ക് ജനിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കരണീയം. ഇങ്ങനെ ഒരുത്തനായി ജനിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ ഏക കരണീയം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? ഉള്ളത് പറഞ്ഞാൽ തുള്ളു എന്നാണ്. വേണല്ലോ. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന പല രോഗങ്ങളും അന്നനിന്ദയിൽ നിന്നുണ്ടാകുന്നതാണ്. അന്നത്തിന് ആശ്രയം, നിമിത്തം, ജാതി എന്ന 3 ദോഷങ്ങളുണ്ട്. അതൊരമ്മ തിരിച്ചറിയണം. ഓരോ പ്രായത്തിലും ഏത് ജാതിയിലുള്ള അന്നമാണ് കുഞ്ഞിന് നല്ലതെന്ന്. ആ വിവരം ഇന്ന് അമ്മമാർക്ക് പോയിട്ട് ഡോക്ടർമാർക്ക് പോലുമില്ല. അതാണ് ഏറ്റവും വലിയ വൈകല്യം. കൊച്ചുകുഞ്ഞിന് കൊടുക്കാവുന്നതും കൊടുക്കരുതാത്തതുമായ ഒട്ടേറെ അന്നങ്ങളുണ്ട്. പ്രായമായവർ കഴിക്കരുതാത്ത അന്നങ്ങളുണ്ട്. വയസ്സ്, ഋതു, കാലം ഇവയൊക്കെ നോക്കും. പഴയ കാലത്ത് വൃശ്ചികത്തിന്റെ അവസാനത്തെ 8 ദിവസവും ധനുവിലെ, കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ധനുവിലെ ആദ്യത്തെ 8 ദിവസവും വരുമ്പം വീട്ടിലുള്ള അമ്മമാർ കഞ്ഞി വയ്ക്കാൻ തുടങ്ങും. പഴകിയ നെല്ലിന്റെ ഒരു പുഴുക്കന്റെ അരി ആ സമയത്ത് പ്രത്യേകം എടുക്കും. അതുവരെ ഇരുപുഴുക്കൻ ഉണ്ടാക്കിയ വീട്ടില് കണ്ടിട്ടില്ല. ഇരുപുഴുക്കൻ ഒരു പുഴുക്കൻ എന്നും പറഞ്ഞാൽ അറിയുകയില്ല. നെല്ല് തലേ ദിവസം തിളപ്പിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിനെ ആവി കയറ്റി വായ പൊട്ടുമ്പോൾ ഉണങ്ങാനിട്ട് നന്നായി ഉണങ്ങി കുത്തിയാൽ അരി മുറിയില്ല. അതിന് ഇരുപുഴുക്കൻ എന്ന് പറയും. ഒരേ ദിവസം തന്നെ തിളപ്പിച്ച് അതേ ദിവസം തന്നെ പുഴുങ്ങി ഒറ്റ പുഴുക്കിന് ഉണങ്ങി കൊണ്ടുപോയി കുത്തിയാൽ എല്ലാ അരിയും 4ആയോ 3ആയോ 2ആയോ ഒക്കെ പൊട്ടും. അതങ്ങ് കഞ്ഞി വെച്ചാൽ ഗംഭീരമായിരിക്കും. അതിനൊരു പുഴുക്കൻ്റെ അരി എന്ന് പറയും. ആ ഒരു പുഴുക്കൻ ആയി പുഴുങ്ങിയ കഞ്ഞി ഈ 16 ദിവസം കഴിക്കാൻ കൊടുക്കും. കുറച്ച്, ഒരുപാട് കൊടുക്കുകയില്ല, വളരെ കുറച്ച്. ദഹിക്കുന്ന ചില കൂട്ടാനും കൊടുക്കും. കാരണം ആ സമയത്ത് അഗ്നി സോമസൂര്യാനലന്മാരുടെ ഗതി തെറ്റിയിരിക്കുന്ന കാലമാണ് ഋതുവിൽ. വല്ല ഇഞ്ചി ചമ്മന്തിയോ ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കാണുള്ളൂ. എന്നിട്ട് പറയും ഇപ്പം ഇത് കഴിച്ചാൽ മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ടെന്ന് പറയും അമ്മമാർ. കാരണവും പറഞ്ഞു കൊടുക്കും. ആ 16 ദിവസം ഭക്ഷണം സൂക്ഷിക്കാൻ പറയും. ഇന്നിങ്ങനെയുള്ള വിവരത്തിനൊക്കെ വിവരക്കേടെന്നാണ് നിങ്ങൾ പേരിട്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ പോയി പൊട്ടിയും പൊറോട്ടയും കൂടെ അടിക്കും. അത് ദഹിക്കുകയില്ല. അതിൽ നിന്ന് ആ സമയത്ത് രൂപാന്തരപ്പെടുന്ന 1000 രോഗങ്ങളുണ്ടാവും.
അതുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കും. അതുകൊണ്ട് കാലത്തെ, ദേശത്തെ, ദ്രവ്യത്തെ, അന്നത്തെ ഒക്കെ വെച്ചുള്ള പഠനങ്ങളുണ്ട്. ഇപ്പൊ സോമം പഠിക്കുമ്പോൾ ഇതെല്ലാം പ്രധാനമാണ്. അതുകൊണ്ട് അന്നം, അഗ്നി അന്നാദനുമാണ്. അകത്തുള്ള അഗ്നി അന്നാദനും കഴിക്കുന്നതൊക്കെ അന്നവും ആണ്. തന്നെക്കാൾ ശ്രേഷ്ഠരെ സൃഷ്ടിക്കയാൽ അത് അതിസൃഷ്ടിയാണ് ചെയ്യുന്നത്. അന്നവും അന്നാദനും ചേർന്ന്, അന്നവും അന്നാദനും ചേർന്നിട്ടാണ് ഈ സൃഷ്ടിക്രമത്തിൽ തന്നെക്കാൾ ശ്രേഷ്ഠന്മാരെ സൃഷ്ടിക്കുന്നത്. ഈ ദ്രവ്യങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് ജീവൻ പലവിധത്തിലുള്ള അനുഭൂതി വിശേഷങ്ങളോടുകൂടിയുള്ള മനുഷ്യ സൃഷ്ടികളെ മുഴുവൻ ചെയ്യുന്നത്. ഇത് വല്യമ്മമാര് പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ, മകന് കുട്ടിയില്ല, 6 മാസമായി, വിവാഹം കഴിച്ചിട്ട് വല്യമ്മ അസ്വസ്ഥയായി, പോയി പിഞ്ചു വെണ്ടയ്ക്ക പറിച്ചുകൊണ്ട് വന്നു. ഒരു 25 എണ്ണം അവനെ തീറ്റി, കുട്ടിയുണ്ടായി. അവൻ്റെ കുഞ്ഞിനെ ഇടയ്ക്ക് എടുക്കുമ്പോൾ പറയും, നീ വെണ്ടയ്ക്ക തന്നിട്ട് ഞാൻ വെണ്ടയ്ക്ക പറിച്ചിട്ടുണ്ടായതാ, നീ വെണ്ടയ്ക്ക കുഞ്ഞാന്ന് പറയും. മനസ്സിലായില്ല? കേട്ടിട്ടില്ല? വല്യമ്മ വെണ്ടയ്ക്ക കൊണ്ട് ഈ അത്ഭുതം ഉണ്ടാക്കാമെന്ന് കണ്ടിട്ടുണ്ട്. വെണ്ടയ്ക്കായി പിടിച്ചില്ല എങ്കിൽ കസ്തൂരി വെണ്ടയുടെ കാവുകൊണ്ടിരും, അതിൽ വീഴും. ഇങ്ങനെയൊക്കെയാ പഴയ വല്യമ്മമാരുടെ പണി. അപ്പോൾ ആ വെണ്ടയ്ക്ക അന്നമായി അവൻ്റെ അഗ്നിയുമായി ചേർന്ന് ആ വെണ്ടയ്ക്കയേക്കാൾ നടക്കാനും ഓടാനും ഒക്കെ പറ്റിയ ഒരു കുഞ്ഞിനെ, പാടാനും ചാടാനും പറ്റിയൊരു കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോൾ അതിസൃഷ്ടിയാണ് ഉണ്ടാകുന്നത്. മനസ്സിലായില്ല? അന്നാദൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ അതിക്കുന്നവൻ, അതിക്കുക, കഴിക്കുക. അന്നവും ബ്രഹ്മമാണ്, അന്നാദനും ബ്രഹ്മമാണ്. സഹസ്രനാമമൊക്കെ ജപിച്ചിട്ടില്ലേ? അന്നാദേവജ. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരും. ഇതൊക്കെ ഒരൊറ്റ ചരടിലാണ് ഇതെല്ലാം കോർത്തിരിക്കുന്നത്. ഈ സംസ്കൃതിയുടെ ഏറ്റവും വലിയ വലിപ്പവും അതാണ്. അത് പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അതിന് കാരണം ഇതിന് കാശ് കിട്ടുകയില്ലാത്തതുകൊണ്ടാണ്. ചിരിക്കണ്ട, ഞാൻ പറഞ്ഞത് നേരെയാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പിള്ളേർ 8ാം ക്ലാസ്സും കഴിഞ്ഞ് ഇംഗ്ലീഷ് ഭാഷ തന്നെ അറിയില്ലാത്ത പിള്ളേർ നേരെ പോയൊരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് അമേരിക്കൻ ഇംഗ്ലീഷ് കേട്ടോണ്ട് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യും. കാരണം 20,000 രൂപ ശമ്പളം കിട്ടുന്നതുകൊണ്ടാണ്. നേരെ കുറിച്ച് അവൻ്റെ അച്ഛൻ്റെ ജനിതകത്തിൽ, അപ്പൂപ്പൻ്റെ ജനിതകത്തിലൊന്നും അമേരിക്കൻ ഇംഗ്ലീഷ് ഇല്ല. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്ക്. അവൻ്റെ തന്ത ഇവിടെ കശുമാവി കയറി നടന്നതാ, അവൻ്റെ അപ്പൂപ്പൻ ഇവിടെ കാളമൂട്ടി നടന്നതാ. ആ ഭാഷയ്ക്കകത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് ഇല്ല. പക്ഷെ ഇവനെങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നത്? കാശ്. മറിച്ച് അവൻ്റെ അച്ഛൻ്റെ ജനിതകത്തിലും അപ്പൂപ്പൻ്റെ ജനിതകത്തിലും ഉള്ളതാ ഈ ഭാഷ. ഇതെന്താ അവന് പഠിക്കാൻ പറ്റാതെ വരുന്നത്? കാശില്ലാത്തതുകൊണ്ടാണ്. ഇതൊന്നും നിങ്ങൾക്ക് അത്ര രുചിക്കുന്ന സത്യങ്ങളല്ലെങ്കിലും സത്യം.